ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അധികം വലിച്ചു കിട്ടുന്നില്ല, ആദ്യ കാര്യങ്ങൾ പറഞ്ഞേക്കാം. അപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഷോർട്സ് ചെയ്തിരുന്നു, മലേഷ്യയിൽ എങ്ങനെ ജോലി കിട്ടാം, എങ്ങനെ മലേഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് അല്ലെങ്കിലും കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു, എങ്ങനെ അവിടെ എത്താം, ലിങ്ക്ഡിൻ വഴി എങ്ങനെ ജോലി കിട്ടാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചെറിയ ഷോർട്സിൽ ഒതുക്കിയത്. പിന്നെയാണ് മനസ്സിലായത് ഒരുപാട് പേര് ഇത് അറിയാത്തവരുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് മലേഷ്യയിൽ 5 BPO ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് കമ്പനികളുണ്ട്. അതായത് ഫുൾ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് മലേഷ്യയിലേക്ക് വരാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരില്ല. ആദ്യം വരുമ്പോൾ ഉള്ള ഒരു മാസത്തേക്കുള്ളൊരു ചിലവ് മാത്രം മതി. അക്കോമഡേഷനൊക്കെ അവർ തരും ഒരു മാസത്തേക്കുള്ളേ. അതിനുശേഷം നമ്മളായിട്ട് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് താമസിക്കേണ്ടത്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ മലേഷ്യയിലേക്ക് വരാം, അല്ലെങ്കിൽ ഏതൊക്കെ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ 5 കമ്പനികളുടെ ഡീറ്റെയിൽസും അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ആവും. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഓരോ പാർട്ടായിട്ട് ചെയ്യാം, ഓരോ കമ്പനിയുടേത് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് മലേഷ്യയിൽ വന്നതും നിങ്ങൾക്ക് എങ്ങനെ മലേഷ്യയിലേക്ക് ജോലി നോക്കാമെന്നുള്ളതും. ആദ്യം നിങ്ങൾക്ക് എങ്ങനെ മലേഷ്യയിലേക്ക് നോക്കാമെന്നുള്ളത് പറയാം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനി കോൺസെൻട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ ഒരു വൺ ഓഫ് ദി BPO കമ്പനിയാണ്. നമ്മൾ മലേഷ്യയിൽ ടോപ്പ് 5 BPO ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രിക്സ് ഒരു 2ാമത്തെ സ്ഥാനത്ത് വരും. 1ാമത്തെ സ്ഥാനത്ത് നമുക്ക് ആക്സെഞ്ചർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് വരുന്നത്. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ഈ കമ്പനികളൊക്കെ. ഈ BPO ഇൻഡസ്ട്രിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ BPO എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിന് ഒരുപാട് എംപ്ലോയീസിന് വേണ്ടി വരും. അവരുടെ കണ്ടൻറ്റ് മോണിറ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് ജോലികൾ ഫേസ്ബുക്കിലുണ്ടാവും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പം അവരിതുപോലെ BPO ഇൻഡസ്ട്രിക്ക് ഓരോ പ്രൊജക്റ്റായിട്ട് കൊടുക്കും. ഫേസ്ബുക്ക്, ടിക്ടോക്ക്, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം നമ്മുടെ BMW കാറുകളാണെങ്കിൽ കസ്റ്റമർ സർവീസ്, ഇപ്പോൾ Airbnb എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ ഈ ഫ്ലാറ്റുകളൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സുകൾ ഇവർക്കുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ടാലൻസിന് ആവശ്യമുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. നിങ്ങൾ ലിങ്ക്ഡിൻ നല്ല രീതിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ലിങ്ക്ഡിനിൽ പോയിട്ട് മേളിൽ സെർച്ച് ചെയ്യുന്നിടത്ത് കോൺസെൻട്രിക്സ് എന്ന് സെർച്ച് ചെയ്യുക. കോൺസെൻട്രിക്സ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അവരുടെ പേജിലേക്ക്, ഈ കാണുന്ന പേജിലേക്ക് നിങ്ങളെത്തും. ആ പേജിലെത്തിയതിന് ശേഷം നിങ്ങൾ ജോബ്സിൻ്റെ ടാബിൽ പോവുക, റൈറ്റ് സൈഡിൽ തന്നെ. അവിടെ ഇഷ്ടം പോലെ ജോലി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി നിങ്ങൾ അവിടെ നിന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പം വേൾഡ് വൈഡ് കോൺസെൻട്രിക്സ് ഉണ്ട്. അപ്പം നിങ്ങളത് മാറ്റിയിട്ട് മലേഷ്യ, കുലാലംപൂർ ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൺട്രിയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഈസി അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതാകുമ്പോൾ നമുക്ക് വേറെ സൈറ്റിലൊന്നും പോകാതെ തന്നെ ലിങ്ക്ഡിൻ ത്രൂ തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്രോച്ച് ചെയ്തൊരു മെത്തേഡ് അതായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി നടക്കും, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ സൈറ്റിലും കരിയർ സൈറ്റിലൊന്നും പോയി അക്കൗണ്ടൊന്നും ഉണ്ടാക്കണ്ട. ലിങ്ക്ഡിനിൽ ഒറ്റ അക്കൗണ്ട് കൊണ്ട് തന്നെ ഷടപടേ എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ നിങ്ങളുടെ, ഇപ്പോൾ നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ സെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് നോക്കാം, അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളത് നോക്കാം, SDR ആയിട്ടുള്ളത് നോക്കാം, അല്ലെങ്കിൽ സെയിൽസ് അസോസിയേറ്റ് ആയിട്ട്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി സെയിൽസിലുണ്ട്. അതല്ല ഇപ്പം നിങ്ങളൊരു ടെക്നിക്കൽ ഫീൽഡാണ് നോക്കുന്നത്, ഇപ്പം നിങ്ങളൊരു IT ബാക്ക്ഗ്രൗണ്ടാണ്, ഒരു കോഡിങ് അല്ലെങ്കിൽ ഡെവലപ്പറാണ്, അങ്ങനെയാണെങ്കിൽ ഡെവലപ്പർ റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കാം. അതല്ല നിങ്ങളൊരു UI UX ഡിസൈനറാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് നോക്കാം. അതല്ല നിങ്ങൾ HR റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ കരിയർ, മിനിമം നിങ്ങൾക്ക് ഒരു 1 വർഷം to 2 വർഷമെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണ്ടി വരും. ഇവിടെ ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്, പക്ഷെ കുറവാണ്. കൂടുതലും ഇവിടുത്തെ ലോക്കൽസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ 1 വർഷം എങ്കിലും മിനിമം എക്സ്പീരിയൻസ് വേണം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ കമ്പനികളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either മലേഷ്യ ഓർ സിംഗപ്പൂർ, ഇവിടെ ഒരു ജോലി കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കൺട്രികൾ ചൂസ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു മിനിമം ഒരു 10 അല്ലെങ്കിൽ 20 ജോലി അപ്ലൈ ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ ദിവസവും സിംഗപ്പൂർ ഒരു 10 എണ്ണം അല്ലെങ്കിൽ മലേഷ്യ ഒരു 10 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4-5 മാസം ചെയ്തു.
അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4-5 മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുള്ള് റിജക്ഷൻ വന്നു. എനിക്കറിയത്തില്ല, എനിക്കൊരു 10,000 ജോലിയെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്യണം. നമ്മൾ 1-2 ജോലി അപ്ലൈ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടും എന്ന് വിചാരിക്കില്ല. അങ്ങനെയും കിട്ടാം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടാം. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഒരുപാട് ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ചെയ്യും. അപ്പം നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക, മാക്സിമം ജോലി അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കരിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ചില സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ കമ്പനിയിൽ എങ്ങനെ ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് റിജക്ഷൻ വന്നു ആദ്യം. അതായത് എൻ്റെ കരിയർ ബാക്ക്ഗ്രൗണ്ടും ഞാൻ അപ്ലൈ ചെയ്ത ജോലിയായിട്ട് മാച്ച് അല്ല. അപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് റിജക്ഷൻ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ അതൊക്കെ ഒഴിവാക്കി. ഇനി കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് മടുത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു കമ്പനിയിൽ, ഒരു ഡിജിറ്റൽ കമ്പനിയിൽ, അത്യാവശ്യം നല്ല കമ്പനിയാണ്, അവിടെ ഞാൻ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങോട്ട് ഇമെയിൽ വന്നത്, ഇന്ന പോലെ അജയുടെ പ്രൊഫൈൽ മാച്ച് ആയിട്ടുണ്ട്, ഇന്ന പോലെ ഒരു പൊസിഷനിൽ ജോലിയുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ജോലിയുടെ ഓഫർ വന്നു. അപ്പം ഞാൻ ആദ്യം വെച്ച് തട്ടിപ്പായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കമ്പനിയുടെ ഡീറ്റെയിൽസൊക്കെ നോക്കി, ഞാൻ മറന്നുപോയായിരുന്നു ആ കമ്പനിയൊക്കെ. പിന്നെ ഞാൻ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പണ്ട് ഇമെയിൽ വന്നതൊക്കെ കണ്ടു. അപ്പം എനിക്ക് ഒറിജിനലാണ്, ലെജിറ്റാണെന്ന് മനസ്സിലായി. ഞാൻ ഇൻ്റർവ്യൂ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ₹1 പോലും ചിലവില്ല. വരുന്ന സമയത്ത് എൻ്റെ എയർ ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു മാസം എനിക്ക് ഹോട്ടൽ ഫുൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഹോട്ടലിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മാസം ഞാൻ വന്ന സമയത്ത് ഞാൻ ഒരു മാസം ഹോട്ടലിൽ ഇരുന്ന് തന്നെയായിരുന്നു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓഫീസിലൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ നമുക്കിവിടെ ഒരുപാട് ഈ ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ OLX എന്നൊക്കെ പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റെൻറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിവിടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ ഈ റൂം ഷെയറിങ്ങും പരിപാടിയൊന്നും വേണ്ട. നമുക്കിവിടെ ഫുൾ റൂം കിട്ടും. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു റൂമാണ് വേണ്ടെങ്കിൽ അങ്ങനെ, അല്ല മാസ്റ്റർ റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അങ്ങനെ, അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നല്ല സ്ഥലത്തും പോയി താമസിക്കാം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കംഫർട്ടബിളായിട്ട്, നമ്മുടെ നാട് പോലെ തന്നെ, നമ്മുടെ നാട് നന്നായിട്ട് ഡെവലപ്പായി എങ്ങനെ ഉണ്ടാവും, അതാണ് മലേഷ്യ, അതാണ് കുലാലംപൂർ. ശരിക്കും നമുക്ക് കേരളം പോലെ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് എല്ലാ സാധനവും ഇവിടെ കിട്ടും. മലയാളികൾ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഞാൻ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും തമിഴന്മാരുണ്ട്. പിന്നെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, ഒരുപാട് ഇന്ത്യൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വേറൊരു രാജ്യത്താണെന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ എല്ലാ യാത്രയാണെങ്കിൽ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അത് നല്ലതുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ മലേഷ്യയിൽ തന്നെ കാണാൻ വേണ്ടി പോകാൻ പറ്റും ചെറിയ പൈസയ്ക്ക്. നിങ്ങൾ മലേഷ്യയിൽ താമസിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ കമ്പനികളുടെ, അത് ഞാൻ പറഞ്ഞ പോലെ ഈ 5 കമ്പനികളുണ്ടല്ലോ, 5 കമ്പനികളുടെയും ഫുൾ വീഡിയോ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം. മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ലിങ്കും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്കും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് പോയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 1-2 പ്രാവശ്യം അപ്ലൈ ചെയ്തുകൊണ്ട് കിട്ടണമെന്നില്ല, കിട്ടുമായിരിക്കാം. പക്ഷേ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എത്ര നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര അപ്ലൈ ചെയ്യുക. ഡെയിലി ഒരു 10 ജോലിയെങ്കിലും മിനിമം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങ് പോരാം. ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ ഇങ്ങ് പോരാം. ഭാഗ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ മുന്നേ ഇങ്ങ് പോരാം. പിന്നെ കുറേ പേര് ചോദിച്ചു എവിടെ സാലറി എങ്ങനെയാണ്, എത്ര പൈസ സാലറി കിട്ടും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാലറി ഒരു ബേസിക്, ഒരു BPO ഇൻഡസ്ട്രിയിൽ ഒരു ബേസിക് നമ്മുടെ നാട്ടിലെ എങ്ങനെ പോലും 1 ലക്ഷം രൂപയുടെ അടുത്ത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിനുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ എങ്ങനെ പോലും ഒരു 80,000 രൂപ ആ റേഞ്ചിലെങ്കിലും കിട്ടും. കാരണം ഇപ്പം ഇവിടെ ഇങ്ങനെ നിയമം ഉണ്ടെന്ന് തോന്നും, കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഈ പറയുന്നതൊക്കെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ കാര്യമാണ്. പ്രൊഫഷണലായിട്ടുള്ള ജോലിയുടെ ഓപ്ഷൻസാണ് പറയുന്നത്. മറ്റുള്ളത് എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങനെയും ചോദിച്ചിരുന്നു. ഇപ്പം ഹോട്ടൽ ഷെഫായിട്ടും അത് സാധാരണ ജോലിയുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് ഈ ഏജൻസും മുഖേനയും ഈ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നും എനിക്ക് അങ്ങനെ വലിയ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് കോൺസെൻട്രിക്സ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് അപ്ലൈ ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ജോലി കിട്ടാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ മെസ്സേജ് എന്ത് സപ്പോർട്ട് വേണം നമ്മളിവിടെ ഉണ്ടാവും. അപ്പം വീണ്ടും നമുക്ക് അടുത്തൊരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിലൊക്കെ വീഡിയോ കടയിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ എങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം,
എങ്ങനെ നന്നായിട്ട് ആ പ്രൊഫൈൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒരുപാട് വീഡിയോ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കാം, ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണാം. അതല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ഗൈസ്.